പ്പെടുക. ഭീകരവാദത്തെ സംബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയമെന്ത്? തീവ്രവാദം സമസ്തയുടെ നയമെന്ത്? ഇത് വ്യക്തമാക്കൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനകളും പ്രവർത്തകരും എല്ലാം ഒത്തുചേർന്ന് ഈ സമ്മേളനത്തിൽ സമാഗതരായിട്ടുള്ളത്, ഈ സമ്മേളനം നടത്തുന്നത്. ഇവിടെ ഭാഗികമായി പലതും സംസാരിക്കാനുണ്ട്. ഞാൻ 1-2 വിഷയം മാത്രം സംസാരിക്കുന്നു. ശേഷം എന്റെ പിൻഗാമികൾ പ്രസംഗിക്കും. ആദ്യമായി ഭീകരതയും തീവ്രതയും ഇസ്ലാമിന് അന്യമാണ് എന്നല്ല, മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച നയം. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നയം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകരുടെയും നയം അതാണ്. ഭീകരത പാടില്ല, തീവ്രവാദം പാടില്ല, അനുവദനീയമല്ല, അതിന് ആരെയും അനുവദിച്ചുകൂടാ. ഭീകരപ്രവർത്തനം രാജ്യത്തെയും രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും മുഴുവൻ നന്മകളെയും നശിപ്പിക്കുകയല്ലാതെ അതുകൊണ്ട് നേട്ടം ഇല്ല. ഇതാണ് ഞങ്ങളുടെ നയം എന്ന് ഞാൻ ആദ്യമായി പറയുന്നു. അതുകൊണ്ട് തന്നെ ഭീകരതയെ നിർമ്മാർജ്ജനം ചെയ്യാൻ, അല്ലെങ്കിൽ ഭീകരത കടന്നു വരാതിരിക്കാൻ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ ഈ വിഷയത്തിൽ പൂർണ്ണമായ അനുകൂല അവസ്ഥയാണ് എന്ന് ഞാൻ പ്രത്യേകമായി പറയുന്നു. ആരെങ്കിലും ഒരാൾ ഭീകരതക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ അതിനെ തുരങ്കം വെക്കാനോ അതിനെതിരിൽ പ്രസ്താവന ഇറക്കാനോ അതിനെതിരിൽ പ്രവർത്തിക്കാനോ മുസ്ലിം ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് സുന്നികളെ ഇസ്ലാം അനുവദിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ സംഘടന അനുവദിക്കുകയില്ല. വളരെ വ്യക്തമായി ഈ കാര്യം ഏണയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഗവൺമെന്റുകളോടും നമുക്ക് പറയാനുള്ളത്, ഇവിടെ ഭീകരവാദി ആര്, തീവ്രവാദി ആര് എന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഉത്തരവാദികളല്ല. അതേസമയം സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും എല്ലാ ഗവൺമെന്റുകളും ഭീകരതയെ അടിച്ചമർത്താൻ, അല്ലെങ്കിൽ ഭീകരത നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ഈ രാജ്യത്തിന്റെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട
സൈന്യത്തിൽ പോലും ഭീകരന്മാരുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന അവസ്ഥകളാണ് ഇവിടെ വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ പണം, ഇന്ത്യ ഗവൺമെന്റിന്റെ പണം, മനുഷ്യരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്നവർ തന്നെ ഭീകരതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവമായി ഗവൺമെന്റ് പരിശോധിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് രണ്ടാമതായി ഞാൻ പറയുന്നു. മൂന്നാമതായി, മുസ്ലിം സമുദായത്തെ മാത്രം ഭീകരന്മാരായി ചിത്രീകരിച്ച് മുദ്ര കുത്താനുള്ള പ്രവണത ആരിൽ നിന്നുണ്ടായാലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. മതം പഠിച്ചതിന്റെ പേരിലോ മതപ്രവർത്തകനായതിന്റെ പേരിലോ ഭീകരനായ ഒറ്റ സംഭവം പോലും ഇന്ത്യ രാജ്യത്ത് ഇന്നുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഇപ്പോൾ തന്നെ ഏതോ ചെറുപ്പക്കാരെ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ക്രിമിനൽ പുള്ളികളും ചെറുപ്പം മുതൽ ജീവിതം ക്രിമിനൽ കുറ്റത്തിന് വിധേയമാക്കപ്പെട്ടവരും മറ്റ് കുറ്റങ്ങൾ ചുമത്തപ്പെട്ടവരുമാണ് എന്ന് വ്യക്തമായി നാം പത്രത്തിൽ വായിച്ചില്ലേ? അതുകൊണ്ട് മതം പഠിച്ചിട്ട് വളരുമ്പോൾ, മതസ്ഥാപനങ്ങൾ വളരുമ്പോൾ, മദ്രസകൾ ഉണ്ടാകുമ്പോൾ, പള്ളികൾ ഉണ്ടാകുമ്പോൾ, മതസ്ഥാപനങ്ങൾ വളരുമ്പോൾ ഭീകരത വളരുമെന്ന് പറയുന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ മുസ്ലിം സമുദായം അനുവദിക്കുകയില്ല. അത് അങ്ങകലെ ഡൽഹിയിൽ നിന്ന് പറഞ്ഞാലും, ഇവിടെ നിന്ന് പറഞ്ഞാലും, എവിടെ നിന്ന് പറഞ്ഞാലും ഇത് സമ്മതിച്ചു കൊടുക്കാൻ ഒരിക്കലും സാധ്യമേ അല്ല. ഇനി മുസ്ലിം ചെറുപ്പക്കാരോട്, മുസ്ലിം യുവാക്കളോട്, മുസ്ലിം വ്യക്തികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ നിങ്ങളെ ഭീകരനാക്കാനുള്ള സാഹചര്യം ഏതെങ്കിലും സമുദായത്തിൽ നിന്നോ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ ഏത് ഭാഗത്തു നിന്നോ ഉണ്ടായാലും നിങ്ങൾ ഭീകരന്മാരാകരുത്.